ഹലോ ഗുഡ് ഈവനിങ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് തലശ്ശേരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ബിരിയാണി പോലെ വലിയ പണിയൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അതേപോലെ തന്നെ ബിരിയാണിയുടെ തോളോടൊപ്പം നിൽക്കും ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത എല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുക്കറിലേക്ക്, ഞാനിപ്പോൾ ഇവിടെ 750 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ചിക്കനോ മട്ടനോ വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ ചിക്കൻ വെച്ചിട്ട് ചെയ്യുന്നത് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ബീഫ് അല്ലെങ്കിൽ മട്ടൻ വെച്ച് ചെയ്യാനാണ് ഇഷ്ടം. അതിലേക്ക് 2 മീഡിയം സൈസ് സവോള നീളത്തിലരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 മീഡിയം സൈസ് തക്കാളി നീളത്തിലരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് 2 ടേബിൾ സ്പൂണോളം ഉണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി മസ്റ്റായിട്ട് ചേർക്കണം, എങ്കിലേ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടിയാണ്, അത് 1 ടീസ്പൂൺ. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ കൈ കൊണ്ടൊക്കെ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ സ്പൂൺ കൊണ്ട് ചെയ്തോളൂ കേട്ടോ. പക്ഷേ കൈ കൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും ആ കറക്റ്റ് എല്ലാത്തിലൊക്കെ പിടിച്ച് നല്ല കറക്റ്റായിട്ടുണ്ടാവും. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. പിന്നെ 1 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ബീഫ് വയ്ക്കുമ്പോൾ വെള്ളം ചേർക്കാറില്ല, പക്ഷെ നമ്മൾ ഇതിൻ്റെ സ്റ്റോക്ക് വെച്ചിട്ടാണ് നമ്മൾ ചോറ് വയ്ക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓണാക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഞാനൊരു 4 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ നാട്ടിലേക്ക് ബീഫാണെന്നുണ്ടെങ്കിൽ 7-8 വിസിലൊക്കെ ചിലപ്പോൾ കേൾപ്പിക്കേണ്ടി വരും കേട്ടോ. ഈ സമയത്ത് നമുക്ക് വെള്ളത്തിൽ അരി എടുത്തിടണം. ഞാനിവിടെ ബസ്മതി റൈസാണ് 3 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഒരു 6 അല്ലെങ്കിൽ ഒരു 7 പേർക്കൊക്കെ കഴിക്കാനുണ്ടാവും. അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഒരു ഹോൾസ് ഉള്ള പാത്രത്തിലേക്ക് വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെക്കണം. 15 മിനിറ്റ് കൂടുതൽ വെള്ളത്തിലിട്ട് വെക്കരുത്. ഇതിപ്പോൾ ഞാൻ ഇതുകൊണ്ടോ ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് ഞാൻ ചോറ് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ജീരകശാല അരിയോ അല്ലെങ്കിൽ കൈമ റൈസോ ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഇപ്പം ഈ സമയത്ത് നമുക്ക് നമ്മുടെ വിസിലെല്ലാം ഒക്കെ പോയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 4 വിസിലാണ് കേൾപ്പിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം ഇത് റെഡി ആയിട്ടുണ്ടോയെന്ന് അറിയാം. ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇപ്പം നല്ലതായിട്ട് വെള്ളമുണ്ട്. വെള്ളം ഓൾറെഡി നമ്മുടെ ബീഫിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമുണ്ട്. പിന്നെ നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ ഞാൻ വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോറിലിരുന്നും കൂടെ കുറച്ച് നേരം കൂടെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആവും ഇറച്ചി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇറച്ചി മാത്രം വേർതിരിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ ആ ഒരു സ്റ്റോക്കും ഗ്രേവിയും കൂടെ ഉള്ളത് പ്രത്യേകം മാറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഇറച്ചി മാത്രം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു വെള്ളം ഞാനൊരു കപ്പിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഇതിപ്പോൾ നിറച്ചുണ്ടെന്നുണ്ടെങ്കിൽ 2 കപ്പ് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഈ കപ്പിലേക്ക് നമുക്ക് നിറച്ചില്ല, അപ്പോൾ അതുകൊണ്ട് 2 ഗ്ലാസ് ഉണ്ടാവത്തില്ല. ഇനി നമുക്ക് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലൊരു കടായിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കടായി ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ബിരിയാണി വയ്ക്കുന്ന പാത്രമില്ല, അത് വെച്ചാലും മതി കേട്ടോ. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സേഫ്റ്റിയാണ്, ടെൻഷൻ ഇല്ല അടിക്ക് പിടിക്കുമെന്നൊക്കെ ഓർത്തിട്ട്. അതിൽ കുറച്ച് നെയ്യും അതേപോലെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. കണ്ടില്ലേ, എല്ലാ സ്പൈസസും ഉണ്ട്. കറുവപ്പട്ട, പെരുംജീരകം, ബേ ലീഫ്, ഏലയ്ക്ക, അതുപോലെ തന്നെ ഗ്രാമ്പു. ഇത്രയും കാര്യങ്ങൾ ആ എണ്ണയും നെയ്യിലേക്കും കൂടെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇതിപ്പം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവോളയാണ്, ആ വലിയ സവോള നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തിടത്തില്ലേ, അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ എടുത്ത് മാറ്റത്തൊന്നുമില്ല, ഇത് ഇതിനകത്ത് എനിക്ക് തന്നെ ഇട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരണം. ഒരു ഗോൾഡൻ ഷെയ്ഡ് ആകുന്ന സമയത്ത് ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ബീഫ് വേവിച്ചപ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തുള്ളൂ. അപ്പോൾ എനിക്ക് ബീഫ് കഴിച്ചപ്പോഴത്തേക്ക് ഇത്തിരി എരിവ് കുറവായിട്ട് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ ആ എരിവ് ഇപ്പോൾ ആദ്യം കുറച്ച് എരിവ് ഇട്ടാലും പിന്നീട് ഈ സമയത്ത് ഇതേപോലെ ചേർത്ത് കൊടുത്താൽ മതിയാവും.
ഇനി നമുക്ക് ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കണ്ട, ജസ്റ്റ് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ മതിയാവും. ഇതിപ്പോൾ അതെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. തൈരൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ നല്ല ഒരു ബിരിയാണിയുടെ പോലത്തെ നല്ല ഒരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ് ഗ്രേവിക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബീഫ് വേവിക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാൻ കുഴപ്പമില്ല, ടേപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ മിക്സ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് നമ്മുടെ വാലാൻ വെച്ചിരുന്ന അരി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 3 കപ്പ് അരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ കപ്പ് കാണിച്ചിരുന്നല്ലോ, ആ കപ്പിൽ തന്നെ നമുക്ക് വെള്ളവും ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതെന്തോരം നമുക്ക് അളന്നിട്ട് ചേർത്ത് കൊടുക്കാം. അത് കണ്ടോ, ഇതിപ്പോൾ 2 ഗ്ലാസ് തികയത്തില്ല, ഒരു 2 ഗ്ലാസ്സിനൊരു ഇച്ചിരി വേണം. അപ്പോൾ 2 ഗ്ലാസ് തികച്ച് ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 3ാമത്തെ ഗ്ലാസ്സാണ്. പിന്നെ ഇപ്പോൾ 4ാമത്തെ ഗ്ലാസ് ഒഴിച്ചു. എപ്പോഴും ശ്രദ്ധിക്കുക, പച്ചവെള്ളം ഒഴിക്കരുത്. ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ആവി പറക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അപ്പം തിളച്ച വെള്ളം മാത്രം ഉപയോഗിക്കുക, പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പം 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1.25 ഗ്ലാസോളം നമുക്ക് സ്റ്റോക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് എപ്പോഴും നമ്മുടെ ആ ഒരു വെള്ളത്തിന് മുന്നിട്ട് നിൽക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ഇതിൽ ചോറിന് നന്നായിട്ട് പിടിക്കത്തുള്ളൂ ഉപ്പെല്ലാം. ഇനി അതിന് ശേഷം ഒരു നാരങ്ങയുടെ പകുതി അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം. ഈ സമയത്തൊന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പ് എപ്പോഴും മുന്നിട്ട് നിൽക്കണം. മുന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ ചോറിൽ കറക്റ്റ് ഉപ്പായിരിക്കും ഉണ്ടാവുക. ഇതിപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. കണ്ടോ, ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒട്ടും തന്നെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. അതേപോലെ റൈസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി വെള്ളമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, കുറച്ച് വെറ്റ്നസ് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ മൂടി വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റി എടുത്താൽ മതിയാവും. അപ്പം അടിക്ക് പിടിക്കുമെന്ന് പേടിയുള്ളവർ താഴെ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ടൊന്ന് മൂടി വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മാറ്റി. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ആദ്യം വെന്തിരുന്ന് കഴിഞ്ഞാലും നിങ്ങളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്താൽ മതി കേട്ടോ. അപ്പോഴായിരിക്കും നമ്മുടെ റൈസൊക്കെ സോഫ്റ്റായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ ഞാനൊരു 15 മിനിറ്റിന് ശേഷമാണ് സെർവ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ, കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു പ്രത്യേക നല്ലൊരു കളർ വരും. ഇതിപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ, നമ്മുടെ ഇറച്ചിച്ചോറ് തയ്യാറായിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്